ആമസോൺ കാട്ടില് നമ്മൾ രാത്രി 10 മണിക്ക് ഹണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതാക്കൊണ്ടുണ്ട് കേട്ടോ ഇവിടെ. ക്യാമറ എടുക്കാത്ത സമയത്ത് ഫുള്ള് ചിലപ്പോൾ ഇടിക്കാനൊക്കെ പോകും. കുറേ പ്രാവശ്യം ഇടിച്ചു. അപ്പോഴൊന്നും ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഹലോ ഫ്രണ്ട്സ്, ചിക്കനും വണ്ടേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഞാനിവിടെ പുറത്തു നിന്ന് സ്വാഗതം പറയാണ്. ഇന്ന് നമ്മുടെ ആമസോൺ കാട്ടിലൂടെയുള്ള നമ്മുടെ നാപ്പോ റിവറിലൂടെയുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് കാപ്പോ പത്തങ്ക, നമ്മുടെ എൻഡ് ചെയ്യുന്നത് ഇക്കിത്തോസ് എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം 350 കിലോമീറ്റർ 15 ദിവസം എടുത്തേക്കും. അപ്പം ഞാൻ ഈ കാണുന്ന ഇവിടുത്തെ വേസ്റ്റ് ബക്കറ്റിനെയൊക്കെ കഴുകി വൃത്തിയാക്കുക, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. നമ്മളിവിടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഇതിൽ താണ്ടെ അരി, പിന്നെ ഞാൻ എൻ്റെ ചട്ടിനി, കുറച്ച് ടൂണ, പിന്നെ പഴങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു, ആ സാധനങ്ങൾ, പിന്നെ ബാഗ്. ഇവിടെ കുറച്ച് വെള്ളം നിറച്ചു, വെള്ളം ഇനിയും വേണം. പിന്നെ ഇവിടെ നമ്മുടെ ഭക്ഷണം കുക്ക് ചെയ്യാനുള്ള പാത്രം ഇവിടെ ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സാധനങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ഒരു മിലിറ്ററിക്കാരൻ വന്നു, ഒരു പട്ടാളക്കാരൻ വന്നിട്ട് ഇത് സേഫ് അല്ല, പുഴ മഴയാണ്, ഇതാണ് നിങ്ങൾക്ക് പോകാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകും, എന്തായാലും ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ട് എങ്ങനെയെങ്കിലും പോകും. മറ്റുള്ളവന്മാർ രണ്ടുപേരും ഇങ്ങനെ നിന്നു. ലാസ്റ്റ് പുള്ളിക്കാരൻ വന്ന് ചോദിച്ചു വല്ലോ പൈസ ഉണ്ടായിത്താ എന്നാൽ നിങ്ങൾക്ക് പോകാമെന്ന്. അവന്മാർ രണ്ടുപേരും കൂടെ എടുത്ത് പൈസ കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞു എന്തിനാണ് കൊടുത്തത്, അതിൻ്റെ ഒരു ആവശ്യമില്ല. അവർ പറഞ്ഞു നമുക്ക് പോകണമെന്ന് പറഞ്ഞ് പൈസ കൊടുത്തു. ഞാനാണെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ പോയി നേരെ കമാൻഡോ ടോപ്പ് ഓഫീസറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ പുള്ളിക്കാരൻ ബ്രൈബ് വഹിക്കുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ആക്കിയില്ല. പിന്നെ അവന്മാർക്ക് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് കരച്ചിൽ വന്നു ഇവർ പൈസ കൊടുത്തപ്പോൾ. കാരണം നമ്മളിങ്ങനെ പൈസ കൊടുത്ത് ശീലിച്ചാൽ അവർ എല്ലാവരുടെ അടുത്തുനിന്നും ഇങ്ങനെ ഫോറിനേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ പൈസ വാങ്ങും കേട്ടോ. ഇത് ഇവരുടെ ഒരു രോഗമായി മാറും. ഇത് നമ്മൾ വളമിട്ട് കൊടുക്കുന്ന പോലെയാണ് കേട്ടോ. എനിക്കിഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ്, നമ്മൾ ആവശ്യമില്ലാതെ ബ്രൈബ് കൊടുക്കുന്ന സംഭവം. നമ്മളങ്ങനെ ഈ സെന്യൂറിറ്റിയുടെ കടയിൽ വന്നിട്ട് ഇവിടെ വെള്ളമൊക്കെ വാങ്ങുവാണ് കേട്ടോ. പെട്രോൾ വാങ്ങിച്ചു, എന്തെല്ലാം പരിപാടി ഉണ്ടെന്നാ. ഇനിയും ആക്ച്വലി ഒന്നും തീർന്നിട്ടില്ല. ഫൈനലി നമ്മുടെ ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരിക്കലും നിങ്ങൾ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പം നമ്മൾ കുറച്ച് ഇതായിട്ട് തർക്കമായിട്ടിരിക്കുകയാണ് കേട്ടോ. അവൻ ആക്ച്വലി ഒന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഒരുമിച്ച് നമ്മൾ യാത്രയ്ക്ക് തിരിച്ചു. ഇതിനിടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. അവനിത് ഉണ്ടാക്കാതെ തുടങ്ങി. ആദ്യം അവന് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, അങ്ങനെ കുറേ ഇതായി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡിയോസ് അഡിയോസ് അഡിയോസ്. Nos vemos. Nos vemos. Chao. Adiós adiós. ഞാൻ അവൾക്കൊരു ഉടുപ്പൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു. ഇവനും കുറച്ച് സാധനങ്ങൾ സമ്മാനമായിട്ട് കൊടുത്തു. ബൈ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അവസാനത്തെ നമ്മുടെ സ്റ്റാർട്ടിങ് കേട്ടോ. ഒന്നും കംപ്ലീറ്റ് ആവാതെ സ്റ്റാർട്ട് ചെയ്യാം. ചാओ മുച്ചാ ചാओ ബ്രോ, ലെറ്റ്സ് ഗോ. റെഡി? ഓക്കെ, വേഗോ. aquí Iquitos. Otro amigo, tío. കേട്ടോ ലെവല്. വാവ്, വി ആർ ഓൺ ദ വേ ഫ്ലോ. വാവ്, വേറെ ലെവല് കേട്ടോ. എനിക്ക് തോന്നുന്നു തുടക്കത്തിലായതുകൊണ്ടായിരിക്കും നല്ല രസമുണ്ട്. അടിപൊളി കേട്ടോ. വേറൊരു എന്താ പറയാ, ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഇമോഷൻസ് ഇതിൻ്റെ ഇടയിൽ കയറി വരുന്നു. നമ്മുടെ സ്ട്രഗിൾ ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ അങ്ങോട്ട് നേരെ നോക്കുമ്പോൾ കുറേ പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ ഞാനും അവനുമാണ് കേട്ടോ പാഡൽ ചെയ്യുന്നത്. മറ്റേവൻ ഇത് വെച്ച് നിൽക്കുവാണ്. പോകുന്ന വഴി ഇതുപോലുള്ള കുറേ സ്ട്രഗിൾസ് ഉണ്ട് കേട്ടോ. അതാണ് പ്രശ്നം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇവിടെ താണ്ടേ നല്ലതുപോലെ കുറേ ഒഴുക്ക് പോകുന്നുണ്ട്. ആ ഒഴുക്കിലോട്ട് നമ്മളും പോവാം. നമ്മുടെ അവിടെ നിന്ന് ഏതോ ഒരു വലിയ ബോട്ട് വരുവാണ്.
ഇനി നമ്മുടെ ബോട്ട് കിടന്ന് കുലുങ്ങും ഈ ബോട്ട് വരുന്നോണ്ട്. ആർമി ബോയ്സ് ഓവർ. ഹോലാ കണ്ടില്ലേ, നമ്മൾ ഇനി കുലുങ്ങി തുടങ്ങും കേട്ടോ. നമ്മുടെ കടല് പോലെ തിരമാലകൾ വരുക, നമ്മുടെ ബോട്ട് കുലുങ്ങും. നമ്മൾ പോയി ഇപ്പം റിവേഴ്സിലാണ് കേട്ടോ പോകുന്നത്. നോക്കിയേ, സത്യം പറഞ്ഞാൽ ചില സമയത്ത് 4 പേര് 5 പേരൊക്കെ കാണാം കേട്ടോ ഈ ട്രിപ്പിൽ. കാരണം ബോറടിച്ച് ചാവും ചില സമയത്ത്. റിവേഴ്സിൽ പോകുന്ന നോക്കിക്കേ. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം. ഇപ്പോഴാണ് കേട്ടോ ഒരു അഡ്വഞ്ചർ ഫീൽ വന്നത്. കുറേ പാട് ഞാൻ ക്യാമറ എടുക്കാത്ത സമയത്ത് ഫുള്ള് ചിലപ്പോൾ ഇടിക്കാനൊക്കെ പോകും. കുറേ പ്രാവശ്യം ഇടിച്ചു. അപ്പോഴൊന്നും ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. Oh, banana, it's not bad. നമ്മുടെ മഴയും കാറ്റും പ്രച്ചോനെ ഇനി എല്ലാവർക്കും അറിയാം എന്ത് സംഭവിക്കുമെന്ന്. ഫുള്ള് കാറ്റും മഴയും കേട്ടോ. ഇവിടെ ഫുള്ള് നമ്മുടെ മഴ നമ്മുടെ ഈ കരയിലെത്തിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കെട്ടണം കേട്ടോ. മഴ വന്നാലുള്ള പ്രശ്നം സൂര്യനും മഴയും കേട്ടോ. ഇന്നാകെ നമ്മൾ പോയത് 5-10 കിലോമീറ്ററിൻ്റെ അകത്തു നിന്നോട്ട് ഇപ്പോഴേക്ക് സണ്ണ്. ഫുള്ള് മഴ, ഫുള്ള് വെള്ളത്തിൽ കേട്ടോ. നമ്മളൊരു സൈഡിൽ വന്ന് കിടന്ന് കഴിക്കുകയാണ്. വന്ന് നമ്മുടെ ബോട്ടിൻ്റെ അകത്ത് ഫുള്ള് വെള്ളം കയറി. നമ്മുടെ ബോട്ട് നമ്മുടെ യാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ഞാൻ ടൈ അടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മഴ തീർന്നു ഓൾമോസ്റ്റ്. ഇവിടെ നിന്ന് പോയാൽ നമ്മൾ സ്റ്റക്കാവും. ഏതെങ്കിലും ഫസ്റ്റ് ദിവസമല്ലേ, ഏതെങ്കിലും വീട്ടിൻ്റെ അവിടെ പോയിട്ട് വല്ലോ ഏതെങ്കിലും സ്ഥലം ഗ്രാമത്തിൽ വല്ലോ എത്താൻ വേണ്ടി ശ്രമിക്കാം. ബൾസ ബോയ്സ് റെഡി, ലെറ്റ്സ് ഗോ. Okay, I push maybe front. Bro, it's stuck, bro. Yeah, we have to push. ഇത് സ്റ്റക്കായിട്ടിരിക്കുകയാണ് പടച്ചവനെ. Fast. Huh? Oh, yo! Bro! Oh, fuck, bro. Bro, buddy. Oh, bro. What are you doing? That must be a nice shot. Bro. ഞാൻ വെള്ളത്തിൽ നിന്ന് പുറത്തായി. ഞാൻ എടുത്ത് ചാടി കേട്ടോ. ഷിറ്റ്. പിന്നെ നദിയിൽ പോയി കിടന്നേനാ. നമ്മുടെ അവിടെ മഴ വീഴുന്ന നോക്കിക്ക് കാണാൻ എന്ത് രസമാണ്. മഴ വീഴുന്നതാണ് കേട്ടോ അവിടെ മേഘത്തിൽ നിന്ന്. നമ്മൾ വിചാരിച്ചങ്ങായിട്ട് കറണ്ട് ഉണ്ട് കേട്ടോ. നല്ല റാപ്പിഡോ ബ്രോ, ഫാമോസ് റാപ്പിഡോ. We can. Come on. Yeah. Go for it. Yeah. Ayuda. There's the dog. I think you need to your side. Can you guys reverse a bit? Yeah. Reverse. Yeah. I think give me, bro. Go there. Yeah. Back side. Go for that too. Okay. Come on. We can. Shore, to the fjärde. Yeah. We don't. What we will do now? Reverse a bit. Reverse, yeah. Bro, I think this is not the village or what? No, Maybe. I think it's good to stop for today. അയ്യോ നമ്മളൊരു ഫുള്ള് ചവിട്ട് നീന്തി
Or we have to take. I think. Just bit more. Come on. We can. Yes. Yeah. Fuck. Yeah. Okay, can you push more? Push more. I need bro. more. No, we go back. I need more. We need to be 3 power. 3 power. 1, 2. Vamos. Yes. Okay. Vamos. Wow. Oh. Bro. Perfect. Okay. Yeah. I need the rope from someone. Okay. സത്യത്തിൽ ഈ കാണുന്ന പുഴയുടെ ഒഴുക്കെന്ന് പറയുന്നത് വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ആ ഒഴുക്കി നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയുള്ള പാട്, ഇവിടെ എത്താൻ വേണ്ടി നമ്മൾ എന്ത് പിടിച്ചെന്നോ ഒന്നും ക്യാമറയിൽ വരില്ല കേട്ടോ. നമ്മൾ ഒരു 2 വീട് കണ്ടു, അങ്ങായിട്ട് അവിടെ എത്താൻ വേണ്ടി പറ്റിയില്ല. ലാസ്റ്റ് അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിഞ്ഞുള്ള ഒരു സ്ഥലത്തെത്തി. ഇനി കാട്ടിലൂടെ ആ വീട്ടിലോട്ട് പോകണം. Not on the boat, please. Oh, no. ഇവരുടെ സ്ഥലമാണെന്ന് തോന്നുന്നല്ലോ. There is a boat. So. Wow. We have to take our pedal, right? Where is our pedal? That's very important. Bro, what is this? Something poop, you know? Oh, yeah. Cow? Then Oh, there are 2 people. there are people? 2 people there. There is. ഇത് പശുവിൻ്റെ അല്ല കേട്ടോ, വേറെ എന്തോ മൃഗത്തിൻ്റെ ഇതാണ്. ആ വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. ആരാ ഇത് വരുന്നു? Buenos días. നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പുറത്തെ കമ്മ്യൂണിറ്റിയിലോട്ട് പോകാനായിട്ട്. ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഇനി ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ. Tenemos que gritar hasta venir. Vinieron. Sí, estábamos al fondo. ഓ ശരി. Escuchábamos que gritar. നമ്മുടെ ബോട്ടിൻ്റെ കൂടെ നമ്മളിനി നമ്മളിനി അവരുടെ കൂടെ പോവാണ് കേട്ടോ. ഗ്രാസിയാസ്. Influencer. India, mucho famous, how I say? Mucho influencer, India. ¿So? Sí. ¿De dónde vienen ustedes? Entonces, se embarcaron acá en el... Mucho gusta. Al país. Mi al país, sur de la India. Este dos. Mi nombre Kerala. Kerala significado Coco lugar. Sí. ആ കാണുന്നതും നമ്മുടെ ഫാം ഹൗസ് ആണ് കേട്ടോ. ഇതുപോലുള്ള ഫാം ഹൗസിൽ നിന്നാണ് അവരുടെ വില്ലേജിലോട്ട് പോകുന്നത്. ആ വഴിക്കാണ് ഇപ്പം നമ്മൾ കിട്ടിയത്. ഇവരുടെ ഫാം ഹൗസിൽ പോകാനായിരുന്നു പ്ലാന്. അവരും ഫാം ഹൗസിൽ നിന്ന് വിട്ടു. അങ്ങനെ നമ്മുടെ ബോട്ട് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കറണ്ടൊക്കെ ഉണ്ടല്ലോ കമ്മ്യൂണിറ്റിയിൽ. ഈ നമ്മുടെ തിരയിൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നെത്തിപ്പെടുന്ന ഭയങ്കര പാടാണ് കേട്ടോ. കാരണം ഇവിടെ പിടിച്ചാൽ നിൽക്കൂല. നമ്മളെ കറണ്ട് എടുത്തോണ്ട് അങ്ങ് പോകും കേട്ടോ. ഇവിടെ കറണ്ട് ഉണ്ട്. വാവ്, ഇവിടെ പശുക്കളും കന്നുകാലികളും നല്ലൊരു അടിപൊളി വില്ലേജ് കേട്ടോ. ഇവിടെ ഇന്റർനെറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു സ്റ്റാർലിങ്ങിന്റെ ഇന്റർനെറ്റ് ആണെന്ന് തോന്നുന്നു. Muchas gracias. Mucho feliz. അവിടെ കിടക്കാൻ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം മൂടി ഇനി പുറത്തോട്ട് ഇറങ്ങുവാണ്. യെസ്, ഇനി ഇത് നമുക്ക് എടുക്കണം. ബാക്കിയെല്ലാം വെച്ച് നമ്മൾ മൂടി കേട്ടോ.
വാ, നമ്മളങ്ങനെ അവരുടെ വീട്ട് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ആണ് കേട്ടോ അവരുടെ വീട്. അവരിവിടെ എവിടെയാണ് കിടക്കാൻ സ്ഥലം തന്നെ. പടച്ചോനെ, ഈ പടി കണ്ടില്ലേ? Mahin nombre. ¿Cómo? Mahin nombre. Buenas tardes, amigo. ഇവരുടെ ഷൂസൊക്കെ ഇട്ട് ഇരിക്കുന്ന രീതി ഒക്കെ. ഇവിടെ ജസ്റ്റിന് ഇവർക്കൊക്കെ എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റം കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഞാനൊരു ദിവസം എൻ്റെ പിസ്ത ബോട്ടിലുള്ള ഒരാൾക്ക് കൊടുത്തപ്പോൾ അവർക്ക് എങ്ങനെ പൊട്ടിക്കണമെന്ന് വല്ലതും അറിഞ്ഞൂടാ കേട്ടോ. അവരാദ്യമായിട്ട് കഴിക്കുന്നതാണ്. Por favor, amigo. Por favor, amigo. Amigo. Agradable. Muchas gracias. Wow. വാൾനട്ട്, നമ്മുടെ ഇത് വാൾനട്ട് ഉണ്ട്, ബദാം ഉണ്ട്. കൊള്ളാലോ. Gracias, bro. അവിടെ ആളുകൾ നടന്ന് കുശലം പറഞ്ഞ് പോകുന്നതുണ്ടോ? അവരെല്ലാം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇവിടെ ഒരു സ്റ്റാർലിങ്ങിൻ്റെ വൈഫൈ ഉണ്ട് കേട്ടോ. അവിടെ ഉള്ള പുള്ളിക്കാരൻ സ്റ്റാർലിങ്ങിൻ്റെ വൈഫൈ 1 മണിക്കൂറിന് ഇത്ര പൈസ കൊടുത്തിട്ട് വാങ്ങും. ഈ ഇഡിയോമ ബിയൻ എന്തിയെന്തോ പിള്ളേർ ഇവിടെ നമ്മൾ നാട്ടു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീ വീഡിയോ ഇഡിയോമ, മീ ഇഡിയോമ എസ്തദോസ് todo videógrafa. Sí, sí. ¿Entiendo? No. Muchas gracias. Mi bus. ഇവിടെ നമ്മുടെ ചിക്കനാണ് കേട്ടോ. ചിച്ച ഇവരുടെ മദ്യമാണ്. ഇത് ഇവരുടെ മരിച്ചിനിയും ഇതൊക്കെ ഇട്ടിട്ട് ഫെർമെൻ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു ആൽക്കഹോളാണ് കേട്ടോ, മദ്യമാണ്. ചിച്ച എന്നാണ് ഇവർ പറയുന്നത്. ഓ എൻ്റെ അമ്മ, നമുക്ക് mucho gracias. നമ്മുടെ മുട്ടയാണ്, നമ്മുടെ പഴം തന്നെയാണ് അവർ നമുക്ക് ഉണ്ടാക്കി തന്ന കേട്ടോ. മീറ്റ് മാത്രം ഇവരുടേതാണ്. എന്ത് മീറ്റാണെന്ന് അറിഞ്ഞൂടാ. ചോദിച്ചിട്ട് കഴിക്കാൻ കാട്ടി എന്നുള്ളതെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ അങ്കിളും ഇരുന്ന് കഴിക്കുന്നുണ്ട്. Maracuyasi, papayasi, yucasi, plátanosi. Mismo aquí, mismo Perú, mismo Amazonas, mi casa, lugar. Igual, idéntico. ¿Ah? Así se aparece. ¿Al video? ¿Al foto? Eso, sí, yuca, yuca, plátano. ¿Y elefante? Elefante, arroz, or coca. Mismo aquí, mi casa. Idéntico. Aquí no coco, mucho. Aquí no coco. ഇവിടെ എന്തോ അനിമൽസിന്റെ സാധനമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അവര്. Cuando mataron son എന്താ കൊമ്പ്? ബാറ്റ്മാൻ ആണോ? niños, ¿no? ബാറ്റ്മാനെ പോലെ ഇരിക്കുന്നു കേട്ടോ. Son los animales que siempre cuando prende la luz vienen muchos animales. Bro, it looks like Batman head, you know? Pero un ratito. പുള്ളിക്കാരൻ Le colocan, no sé si le colocan. ¿Sabes un pelico Batman? പുള്ളിക്കാരൻ സ്ക്രൂ ഇട്ട് കറക്കുന്ന പോലെയൊക്കെ കറക്കുന്നു കേട്ടോ അത്. Un pelico. Es un He's doing like screw and drive, you know? Wow. Animalo. Ada. Mismo Batman. En mi sueño, en la noche, kilómetros al hospital. Pantoja. Pantoja. De aquí 1 kilómetro será ya. Aquí. Es un Otro, mi lo sé. Es un hospital también. Posta, centro de salud. I told you, right? It's bigger town, yeah. Iki, no, anaconda, sí. ¿Perdón? Anaconda? Anaconda serpiente. Anaconda, sí. ¿Tú mira? ¿Sí? Sí. Hoy día casi le muerde a mi mamá. Hoy día. Hoy día. Anaconda ഉണ്ട് കേട്ടോ ഇവിടെ. No. Casi. എന്റെ അമ്മ. Estaría ahorita, estaría en Pantoja. ഇവിടെ അനാക്കോണ്ട ഉണ്ടോ? പുള്ളിക്കാരൻ രാത്രി ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. പാതിരാത്രി ഇത് വെച്ചിട്ടാണ് ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. Con esto peleamos nosotros de noche. Con luz. Después con la linterna, le alumbramos. Ahí está. നമ്മുടെ സംസാരിച്ചിരുന്ന ഈ സ്ഥലമെല്ലാം നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് കിടക്കുവാണ്. അവിടെ കണ്ടില്ലേ അവൻ്റെ ഹാമോക്ക്
എല്ലാവരും കൂടെ കിടത്തുക. വാമോസ് ജംഗിൾ. ഞാനും പുള്ളിയുടെ കൂടെ രാത്രി 3 മണിക്കൂറത്തേക്ക് വേണ്ടി പുള്ളി ഹണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. തോക്കും കൊണ്ട് ഞാൻ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവരാരും വരുന്നില്ല കേട്ടോ. ജസ്റ്റിൻ, see you man. If I don't come alive, you can take my things and give something to the kids. Okay. കാട്ടിൽ പോവാണ് കേട്ടോ. ചിലപ്പോൾ എന്താണോ സംഭവിക്കാം. ഇമാര് പേടിച്ച് വരുന്നില്ല, നമുക്ക് എന്ത് പേടിയല്ലേ. അപ്പം നമ്മൾ പോവാണ് കാട്ടിലോട്ട് രാത്രി. നമ്മളങ്ങനെ ഹണ്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. Amigo, gracias. ¿No mucho peligroso? No. 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 എല്ലാവർക്കറിയാം നമ്മളങ്ങനെ ഈ നാട് വിട്ട് കാട്ടിലോട്ട് പയ്യെ കയറാൻ വേണ്ടി പോവാണ്. Cadio. Vamos? Selva. Sí, la selva. കാട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ മൂച്ചോ ഫുള്ള് കാടാണ് കേട്ടോ. നമ്മൾ ടോർച്ചടിച്ചാണ് പോകുന്നത്. പുള്ളി രാത്രി എന്തൊക്കെ നോക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതിൻ്റെ നടക്കുന്നതിൻ്റെ കാലെന്തോന്ന് നോക്കുന്ന കേട്ടോ. ജീവികളുടെ കാലിൻ്റെ പ്രസൻസ് വെച്ചിട്ട് തപ്പിപ്പിടിക്കാൻ. ഇവിടുത്തെ സൗണ്ട് ഒന്ന് നോക്കിക്കേ. ആമസോൺ കാട്ടിലൂടെ ഉറക്കമില്ലാതെ ഹണ്ട് ചെയ്യാൻ വേണ്ടി വന്നാലുള്ള അവസ്ഥ ഇതാണ്. പുള്ളി എവിടേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്കറിഞ്ഞൂടാ. Estaban buscando, estaban buscando a la chica. Ese le llaman Pajuan. പേടിച്ചു പോയി കേട്ടോ. കാട്ടിൻ്റെ അകത്ത് എന്തോ പറന്നങ്ങ് പോയി. Estaban buscando. Sí. എൻ്റെ കടിച്ചു. ¿Dónde? Ya. Gracias. നമ്മൾ അതിർത്തികളൊക്കെ കടന്നൊക്കെയാണ് പോകുന്നത്. ഈ പ്രാണികൾ എന്നെ വന്ന് കടിക്കുവാണ് കേട്ടോ എൻ്റെ ദേഹത്ത്. ഇതിൽ എന്തൊക്കെയാ നോക്കുവാണ്. Son sus bañeros.
ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി ഇവർ ഇവിടെ വരും കേട്ടോ. മൃഗങ്ങൾ അതിൻ്റെ കാൽപ്പാടുകൾ നോക്കുകയാണ് എങ്ങോട്ട് നടന്നു പോയെന്ന്. അതനുസരിച്ച് നമുക്ക് പോകാനായിട്ട് പുള്ളിക്കാരൻ കേട്ടോ. ഇന്ന് മൃഗങ്ങളൊന്നും കിട്ടിയില്ല നമുക്ക്. പുള്ളിക്കാരനല്ലെങ്കിൽ എപ്പോഴും കിട്ടുന്നതാണ്. ഭയങ്കര ഡേഞ്ചർ എന്നൊക്കെയാണ് പറയുന്നത്. ചില സമയത്ത് പറയും ഡേഞ്ചർ അല്ല എന്ന്. വീട്ടിൽ നിന്നപ്പം പറഞ്ഞു ഡേഞ്ചറാണെന്ന് പറഞ്ഞു, വരില്ലേ എന്ന് പറഞ്ഞു. വന്നപ്പം പറഞ്ഞു ഡേഞ്ചർ അല്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരന് മറ്റേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അതെല്ലാം അവർ എന്നിട്ട് കഴിക്കും. പക്ഷെ ഇന്നിപ്പോൾ നാളെ ഒന്നും കിട്ടിയില്ല. നമ്മൾ മരിച്ചിന് തോട്ടത്തിലോട്ട് വന്നു, കപ്പത്തോട്ടം. നമ്മൾ തിരിച്ച് പോവുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ കാട്ടിൽ തേരാ പേരാ നടന്നു. സൗണ്ട് മാത്രമുണ്ട് കുറേ എന്തിൻ്റെയൊക്കെ. ഇതൊക്കെ ഒരു മരം മുറിച്ചിട്ടേക്കുന്നുണ്ട്. ഓ, എപ്പം നോക്കിയാലും വീഴാം. ഓ, കിട്ടിയോ? കിട്ടിയോ? എന്തിനെയോ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി തോക്കുണ്ട്, കത്തിയുണ്ട്, അമ്പുമ്പില്ലുണ്ട്. തോന്നുന്നത് പോലെയാണ് കേട്ടോ. ഓരോ മൃഗത്തിനും ഓരോ ഇതായിട്ടുള്ള സാധനം ഉപയോഗിക്കും. ബുള്ളറ്റൊക്കെ വെറുതെ കേട്ടോ ഇന്നത്തെ. ഇതാണ് ബുള്ളറ്റ്. ബുള്ളറ്റ് പുള്ളിക്കാരൻ പോക്കറ്റിലെടുത്ത് വെച്ചു. വെറുതെ ആയിപ്പോയി ഷോട്ട് ഗണ്ണ്. നമ്മളങ്ങനെ തിരികെ നമ്മുടെ ഗ്രാമത്തിലോട്ട് വന്നിട്ടുണ്ട്. നോ അനിമലോ തുതേ. പുള്ളിക്കാരനൊന്നും മനസ്സിലായില്ല കേട്ടോ. പുള്ളിക്കാരൻ്റെ അടുത്താണോ എന്ന് പറയുന്ന പോലും മനസ്സിലാവില്ല. സ്പാനിഷ് പോലും പുള്ളിക്കാരന് മനസ്സിലാവില്ല. അതാണ് പുള്ളിക്കാരൻ്റെ പ്രത്യേകത. ഇവിടെ ഈ കിടന്നത് നമ്മുടെ ടോയ്ലറ്റ് ബോക്സ് ആണെന്ന് തോന്നുന്നു. നല്ല രസമുള്ള വില്ലേജ് കേട്ടോ. നല്ല കാമാൻ ക്വൈറ്റായിട്ടുള്ള. ഇവിടെ പശു ഉണ്ട് കേട്ടോ. പശു സാധാരണയായിട്ട് ഞാൻ അങ്ങനെ കാണാറില്ല. ഇവിടെ പശു പോലത്തെ ഒരു സാധനമുണ്ട്. നമ്മുടെ സ്വിറ്റ്സർലാൻഡൊക്കെ പോലുള്ളൊരു പ്രകൃതി ഭംഗി എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചു.